അപ്പൊ അപ്പയോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ഒന്നും വന്നില്ലോ അപ്പൊ വീഡിയോ ശരിക്കും എന്റെ അപ്പനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിക്കോട്ടെ നിങ്ങൾ കണ്ടു നോക്കട്ടെ. എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വരാട് അപ്പന്റെ പോണ്ട് അപ്പനാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണം നോക്കിയേ. അപ്പൊ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? 3 വർഷമായി. 3 വർഷമല്ലേ? എത്ര കിലോമീറ്റർ ഓടിച്ച്? 80,000 കിലോമീറ്റർ ഓടിയാണ്ടാവുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചെല്ലാനത്തുള്ള മറ്റേ ബീച്ച് വാക്ക് അവിടെ ഉണ്ട്. അതേ വാമപ്പൊക്കെ തുടങ്ങാൻ വേണ്ടി പോണാണ്. ഒരു ചെറിയ ഓട്ടം കൊടുക്കാൻ വേണ്ടി പോണണ്ട. അച്ചു അപ്പൊ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ച ഉണ്ട്. അത് 2 ബോട്ടാണ് സെയിം സമയത്ത് വലിച്ചിട്ട് പല അടിച്ചേക്കുന്നുണ്ട്. അത് ആൾക്കാരൊക്കെ പണിയണം നോക്കി. അപ്പൊ മീനുണ്ടെന്ന് കൺഫേം ആണ് ഇവിടെ. പപ്പക്ക് ഇപ്പൊ ഓടിയില്ലെങ്കിൽ പട്ട ഓട്ട അഡിക്റ്റ് ആയ ഓട്ടത്തിന്. അപ്പനൊക്കെ ഉണ്ടല്ലോ ഫുൾ പവർ. ഇതേ ഞാൻ കഥച്ച് നിന്നുണ്ടതേ. അപ്പം പോയിക്കൊണ്ടിരിക്കും ഓട്ടം ഉണ്ടോ ഓട്ടം. രാവിലെ എൻ്റെ ഓടും തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ? ഞാൻ അപ്പൊക്കെ ഒരു ട്രെഡ്മിൽ വാങ്ങിച്ചു കൊടുത്ത് ഒരു 3 വർഷം മുമ്പേ. അപ്പം ആ സമയത്ത് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലട്ടോ. അപ്പനല്ലേ പ്രായോഗികമാകുമ്പോഴേക്കും ആക്ടിവിറ്റീസൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ രീതിക്ക് ഞാൻ ഒരു ട്രെഡ്മിൽ വാങ്ങിച്ചു കൊടുത്ത് അത് എൻ്റെ അപ്പം അതിൽ ഓടി അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള ചിന്തപ്പാടിലാണ് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ട്. അത് ഞാൻ ചെയ്തതിൽ ഏറ്റവും ഗുഡ് ഡിസിഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പം കാണണേട്ടോ. അത് ആ ട്രെഡ്മിൽ വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ ട്രെഡ്മിൽ ശരിക്കും ബോറിംഗ് ആണല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടി തുടങ്ങി. ഇപ്പം അടിപൊളി ഓടോട്ടെ. അപ്പോൾ പമ്പ് ചെക്കൊക്കെ ഓക്കെ ആണ്. അപ്പോൾ അപ്പം ഈ ഓലക്ക് കംപ്ലൈൻറ്റ് ഒന്നും വന്നില്ലോ? അപ്പോൾ സാധാരണ വിയറാണ്ടിയൊക്കെ വരും, അല്ലാണ്ട് മെയിൻ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ. പിന്നെ MCU ഒരിക്കൽ പോയിട്ട് അത് ചേർത്തല ഒരു പ്രൈവറ്റ് വർക്ക്ഷോപ്പാണ്. ചേർത്തല ഒരു വർക്ക്ഷോപ്പിലുണ്ടാവും. അപ്പൊ വണ്ടി പണിയാണ്. ആ വണ്ടി വർക്ക്ഷോപ്പിന്റെ പേര് വേണമെങ്കിൽ കമന്റ് ഇട്ടോ. ചെയ്ത പണി MCU റിപ്പയർ ചെയ്ത് മെയിൻ ആയിട്ട്. അല്ലാത്ത ബ്രേക്ക് പാഡും ചെറിയ പരിപാടിയൊക്കെ പപ്പ തന്നെ ചെയ്യാനുണ്ട്. അത് കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കോട്ടാ. സിംഗിൾ സൈഡ് സിംഗാമൊക്കെയാണല്ലോ, പൊളിയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ ഈ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് തിരിഞ്ഞത്? പറഞ്ഞു കൊടുത്തേ പിള്ളേർക്ക്. അപ്പൊ ഞാൻ 2024 ആണ് ഓല എടുക്കുന്നത് ആദ്യം. അപ്പൊ ഓല ഇറങ്ങിയ സമയത്താണ് ചാർജ് ഭയങ്കരമായിട്ട് കൂടി. നമുക്ക് 8,000 രൂപ ബില്ല് വന്നപ്പോഴത്തേക്കും ഞാൻ നേരെ സോളാർ ചെയ്തു. ഇത്രയും കാശൊക്കെ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ സോളാർ 5 kV സോളാർ ചെയ്തു. 5 kV സോളാർ ആണ് പൂശിയാണ്. ട്രാവലിംഗ് ഫ്രീഡം, പെട്രോൾ അടിക്കാത്ത അവസ്ഥയായി. പെട്രോൾ അടിക്കാണ്ട് മൂവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കിട്ടുന്നത് ഈ ഓലയാണ്. 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഒരു കംപ്ലൈന്റ് ഇല്ല. പലരും കത്തിപ്പോയി, പക്ഷെ നമ്മുടെ കത്തിട്ടില്ല. അടിപൊളി സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ടാണ് നമ്മ ഈ കാർ വാങ്ങുന്നത്. പഴയ കാർ വിറ്റ് ഇലക്ട്രിക്കിലേക്ക് മാറി. ഒരു സൺറൂഫുള്ള മോഡലാണ്. അപ്പൊ നമ്മ ഇലക്ട്രിക്കലി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണല്ലേ. നമുക്കിപ്പോ ട്രാവലിംഗ് മൊത്തം ഫ്രീ ആയി. ഒരു അടിയന്തരാവസ്ഥ കാലവും നമ്മളെ ബാധിക്കുന്നില്ല. 160 ബില്ലൊക്കെ ഉണ്ട്. 300 രൂപയിൽ താഴെയാണ് മന്ത്ലി ട്രാവലിംഗ് കോസ്റ്റ്, ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആരെങ്കിലും സോളാർ എടുക്കാൻ താല്പര്യം 100% സജസ്റ്റ് ചെയ്യാം. സോളാർ ഒന്നും വെക്കാത്ത ആൾക്കാരാണ് പറയുന്നത് വേഗം പോയിട്ട് വെച്ചോട്ടാ. 2 ഇലക്ട്രിക് കൊണ്ടേക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ പോട്ടാ. അപ്പൊ നമുക്ക് അതിന് അടിയന്തരാവസ്ഥ കാലം കണ്ടല്ലേ. പെട്രോളൊക്കെ ഇനിയും കൂടും. പെട്രോളൊക്കെ കൊടുക്കാത്ത വിലയും ഭാവിയിൽ. അപ്പൊ ഇപ്പോഴും ഇനി ഐ ചേഞ്ചിനൊക്കെ എടുക്കാൻ ആഗ്രഹിക്കാൻ ആൾക്കാരൊന്നും ചിന്തിച്ചോട്ടാ ഇലക്ട്രിക്കിൽ പോകാൻ വേണ്ടി. അപ്പൊ ശരി, മറ്റു വേറെ വീഡിയോ കാണാം.